ഫസ്റ്റ് ഓൺ 24 നെടുമങ്ങാട് 1.5 വയസ്സുകാരന്റെ മരണത്തിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. കുഞ്ഞിന്റെ കാൽ ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചു. കൈകൾ ഒടിഞ്ഞ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത് സംഭവം നടന്ന് 12 ദിവസത്തിന് ശേഷമാണ്. 12 ദിവസം ഒരു ചികിത്സയുമില്ലാതെ ആ കുഞ്ഞ് ആ കൈകൾ രണ്ടും ഒടിഞ്ഞ് വേദന സഹിച്ച് ജീവിച്ചു. കുഞ്ഞിനെ മർദ്ദിക്കുന്നതിന് അമ്മയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നുവെന്നും തെളിവെടുപ്പിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ടോടെ തെളിവെടുപ്പ് പൂർത്തിയാകും. ജിബിൻ JB തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി എത്തുന്നു. ജിബിന് അത്യന്തം നടക്കുന്ന ക്രൂരത, 12 ദിവസമൊക്കെ ഒരു 1.5 വയസ്സുകാരൻ ഒഴിഞ്ഞ കൈകളുമായി വേദന തിന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ക്രൂരമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാകുന്നു. തെളിവെടുപ്പിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്? എത്ര മണിയോടുകൂടി തെളിവെടുപ്പ് പൂർത്തിയാകും? എപ്പോഴൊക്കെ ഇവരെ കോടതിയിൽ ഹാജരാക്കും? കഴിഞ്ഞ ദിവസമാണ് ഈ രണ്ട് പ്രതികളെ, ഒന്നാം പ്രതിയായിട്ടുള്ള അഷ്കറിനെയും അതുപോലെ തന്നെ ഭാര്യ ഇവരുടെ പങ്കാളിയായിട്ടുള്ള അഖിലയും, ഈ മരണപ്പെട്ട കുഞ്ഞിന്റെ അമ്മ അഖിലയും 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചു. ഇതിനുശേഷമാണ് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഇതിലാണ് ഇയാൾ കുറ്റമൊക്കെ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിവരങ്ങൾ, പ്രത്യേകിച്ച് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ വളരെയധികം ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്, കേവലം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് 91 മുറിവുകളായിരുന്നു. അതിൽ ചെറുതും വലുതുമായിട്ടുള്ള മുറിവുകൾ ആ കുഞ്ഞിന്റെ ഉള്ളംകാൽ മുതൽ തലയോട്ടി വരെ ഉണ്ടായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് ഈ അഷ്കറിനെയും അതുപോലെ തന്നെ ഇയാളുടെ പങ്കാളിയായിട്ടുള്ള അഖിലയും വാങ്ങിയത്. ഇതിനിടയിലാണ് ഇയാൾ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ കുറ്റസമ്മതം നടത്തിയത്. കാരണം ഈ കുഞ്ഞിന്റെ കാലിലുണ്ടായിരുന്ന മുറിവാണ് ഏറ്റവും ആഘാതമുണ്ടാക്കുന്ന കാര്യം. കാരണം ഒരു 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഉള്ളംകാലിൽ, ഇടത് കാലിന്റെ അടിവശത്ത് അസ്ഥികൾ പുറത്ത് കാണുന്ന തരത്തിലായിരുന്നു വലിയ മുറിവുകൾ ഉണ്ടായിരുന്നത്. ഉള്ളംകാലിന്റെ അടിഭാഗത്ത് ഒരു വലിയ മുറിവ്, അതുപോലെ തന്നെ കാലിന്റെ വിരലുകളുടെ അടിഭാഗമെല്ലാം തന്നെ അസ്ഥികൾ പുറത്ത് കാണുന്ന രീതിയിൽ വലിയ വ്രണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പോലീസിനെ അലട്ടിയിരുന്നത്. ഇത് സംബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ചോദിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് അഷ്കർ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പറഞ്ഞത്. അതായത് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് കുഞ്ഞിനെ ഓരോ തവണയായി ഇയാൾ പരിക്കേൽപ്പിച്ചതാണ് ഈ കാണുന്ന വ്രണങ്ങൾ എന്നാണ്. കാരണം ഓരോ ദിവസവും ആ കുഞ്ഞിന്റെ കാലിൽ ഇയാൾ ലൈറ്റർ ഉപയോഗിച്ച് കത്തിക്കുന്നു, കാലിന്റെ ഉള്ളംകാലിൽ കത്തിക്കുന്നു. അത് പിന്നീട് മതിയായിട്ടുള്ള ചികിത്സ പോലും ലഭ്യമാകാതെ അത് പഴുത്താണ് ഇത്തരത്തിൽ അസ്ഥികൾ പുറത്ത് കാണുന്ന തരത്തിലുള്ള വലിയ മുറിവുകളായെന്നുള്ള വിവരം കൂടിയാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഈ പരിക്കേൽപ്പിക്കുന്ന സമയത്തെല്ലാം അമ്മയുടെ മൗന സമ്മതം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരുന്നത്. കാരണം ഇവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് ജീവിക്കുന്നതിന് ഈ 1.5 വയസ്സുകാരനായ കുഞ്ഞ് തടസ്സമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ക്രൂരതയിലേക്ക് ഇയാൾ കടന്നതും അതിന് അമ്മയുടെ മൗനസമ്മതം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.